ഹലോ നമസ്കാരം. സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 നടക്കാൻ പോകുന്ന WAPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്റ്റുകളൊക്കെ നമ്മൾ എന്താണ് ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ എന്ത് ചെയ്യുക, കാണുക. നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 10 നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആചരിച്ച് എല്ലാ വർഷവും ഡിസംബർ മാസം 10 അല്ലേ. നമുക്ക് 1948 ഡിസംബർ മാസം 10 നമ്മുടെ ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. ഓക്കെ, പാരീസിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ചാണ് ഈ ഒരു പ്രമേയം എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യാവകാശ ദിനമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആചരിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2025 നമ്മൾ മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയം എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. നമുക്കത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് വരാവുന്നതാണ്. 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയം എന്തായിരുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് എന്നായിരുന്നു. 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയം ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് എന്നായിരുന്നു. ഓക്കെ, അതേസമയം 2024 കൂടെ നമ്മളൊന്ന് പഠിച്ചിരിക്കുക. നമുക്ക് വേണമെങ്കിൽ അതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. 2024 ആശയം എന്ന് പറഞ്ഞാൽ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നായിരുന്നു 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ, മനുഷ്യാവകാശ ദിനത്തിന്റെ ആശയം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 1993 മനുഷ്യാവകാശ നിയമത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് നിർവചനം നൽകുന്ന വകുപ്പ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വകുപ്പ് 2(1)C ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2(1)C ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ വകുപ്പ് 2(1)D എന്താണ് എന്നുള്ള കാര്യം നമ്മൾ നല്ലതുപോലെ ഒന്ന് പഠിച്ചിരിക്കണം. വകുപ്പ് 2(1)D പറയുന്നത് എന്താണ് മനുഷ്യാവകാശം. നമ്മൾ പറയും മനുഷ്യാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ആണ്. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ പറയുന്ന മനുഷ്യാവകാശം എന്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചിരിക്കണം. മനുഷ്യാവകാശം എന്താണ് എന്ന് പഠിച്ചിരിക്കണം. മനുഷ്യാവകാശ നിർവചനം നൽകുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2(1)D ആണ്. അപ്പൊ 2(1)D പ്രകാരം എന്താണ് മനുഷ്യാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതോ അന്താരാഷ്ട്ര ഉടമ്പടികൾ ചേർത്തിട്ടുള്ളതോ ആയതും ഭാരതത്തിലെ കോടതികൾക്ക് നടപ്പിലാക്കാവുന്നതുമായ വ്യക്തികളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സും സംബന്ധിച്ച അവകാശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കാം, എന്താണ് മനുഷ്യാവകാശം? ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതോ അതേപോലെ തന്നെ നമ്മുടെ അന്താരാഷ്ട്രമായിട്ടുള്ള ഉടമ്പടികളും മറ്റും ചേർത്തിട്ടുള്ളതോ ആയിട്ടുള്ളതും നമ്മുടെ രാജ്യത്തെ കോടതികൾ മുഖാന്തരം നടപ്പിൽ വരുത്താവുന്നതുമായിട്ടുള്ളതും വ്യക്തികളുടെ അന്തസ്സും ജീവനും സ്വാതന്ത്ര്യവും സമത്വവും സംബന്ധിച്ചിട്ടുള്ള അവകാശങ്ങളെ എന്തെന്ന് വിളിക്കുന്നു, മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് മനുഷ്യാവകാശം, അല്ലെങ്കിൽ വകുപ്പ് 2(1)D പ്രകാരം മനുഷ്യാവകാശത്തിന് നിർവചനത്തിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന ചോദ്യം നമുക്ക് ചോദിക്കാവുന്നത് ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആണ് നമുക്ക് അതിന്റെ ഒരു ഘടന, നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. നമുക്ക് ഇപ്പൊ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ നമുക്ക് അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദേശീയ NHRCയിൽ നമ്മൾ അംഗങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എത്രയാണ്, 1+5 ആണ്. 1+5 ആണ് നമ്മൾ പറയുക അല്ലെ. ഒരു ചെയർമാനും 5 അംഗങ്ങളും 6 പേര് എന്നാണ് പറയുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മളത് പറയും 1+2 എന്നാണ് പറയാം. ഒരു ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇത് അംഗങ്ങളുടെ എണ്ണമാണ്. ഇനി ഇത് കൂടാതെ
നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം സെഷൻ 27 പ്രകാരമാണ്. അപ്പോൾ സെഷൻ 27 എന്ന് പറയുമ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെയർപേഴ്സണും 2 അംഗങ്ങൾ നമുക്ക് വരുന്നു. ഒരു ചെയർപേഴ്സണും പിന്നെ ആര് വരുന്നു? 2 അംഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ താഴെ നമുക്ക് ആര് വരുന്നു? സെക്രട്ടറി വരുന്നുണ്ട്. സെക്രട്ടറി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി വരുന്നുണ്ട്. ഈ സെക്രട്ടറിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ഈ സെക്രട്ടറിനെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷന്റെ വിഭാഗമായിട്ടും പിന്നെ അതേപോലെ പെറ്റീഷൻ വിഭാഗമായിട്ട്, അക്കൗണ്ട്സ് വിഭാഗമായിട്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗമായിട്ട്, ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഭാഗങ്ങൾ, ഡിവിഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷന് ശ്രദ്ധിച്ചറിയാം. മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് സ്വമേധയാ അന്വേഷണം നടത്താനും അല്ലെങ്കിൽ പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്താനുമുള്ള അധികാരമുണ്ട്, ചുമതലയുണ്ട്. ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷന് ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെയാണ് നമ്മൾ അന്വേഷണ വിഭാഗം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം, അന്വേഷണ വിഭാഗം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് തലവനായിട്ട് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് നോക്കി IG ആൻഡ് CIO എന്നാണ് നമ്മൾ പറയുക. IG ആൻഡ് CIO. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തലവനായിട്ട് നമുക്ക് വരുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. ആ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് IG റാങ്കിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന തസ്തികയിൽ വരുന്ന അല്ലെങ്കിൽ ആ റാങ്കിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറാണ് നമുക്ക് ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ SP റാങ്കിൽ, DYSP റാങ്കിൽ, CA റാങ്കിൽ, ASI, ഹെഡ് കോൺസ്റ്റബിൾ, CPO റാങ്കിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആരൊക്കെ വരുന്നുണ്ട്? അദ്ദേഹത്തെ സഹായിക്കും. ഈ IG റാങ്കിലുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സഹായിക്കുന്നതിന് വേണ്ടി SP റാങ്കിൽ, DYSP റാങ്കിൽ, CA റാങ്കിൽ, ASI റാങ്കിൽ, ഹെഡ് കോൺസ്റ്റബിളിന്റെ റാങ്കിൽ, അതേപോലെ CPO റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ഇതായിരുന്നു. സെഷൻ 27 പ്രകാരം അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ തലവൻ ആരാണ്? IG റാങ്കിലുള്ള പോലീസ് ഓഫീസറാണ്. IG റാങ്കിലുള്ള പോലീസ്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. IG റാങ്കിൽ വരുന്ന പോലീസ് ഓഫീസറാണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ഒരു ഘടനയും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചിരിക്കാം. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും പിന്നെ നമുക്ക് 5 അംഗങ്ങളുമാണ് നമുക്ക് വരുന്നത്. ചെയർപേഴ്സണെ കൂടാതെ പിന്നെ 5 പേര് വരുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നമുക്ക് ആരും വരുന്നുണ്ട്? നമുക്ക് സെക്രട്ടറി ജനറൽ നമുക്ക് വരുന്നുണ്ട്. 5 ഡിവിഷൻസ് നമുക്കുണ്ട്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ 5 ഡിവിഷൻസ് ആണ് നമുക്ക്. ആ 5 ഡിവിഷൻസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമുണ്ട്. പിന്നെ നമുക്ക് ഏതുണ്ട്? നിയമവിഭാഗം നമുക്കുണ്ട്. പിന്നെ PR&P വിഭാഗം നമുക്കുണ്ട്. പിന്നെ റിസർച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് PR&P വിഭാഗം നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ട്രെയിനിങ്ങിന് വിഭാഗമുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും നമുക്ക്. ഇങ്ങനെ 5 വിഭാഗങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തലവനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തലവനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഓക്കെ, ഇനി ഈ ഡയറക്ടർ ജനറൽ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ പറഞ്ഞ ഡയറക്ടർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ തലവൻ എന്ന് പറയുന്നത് DGP റാങ്കിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. DGP റാങ്കിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്തായിട്ട് വരുന്നത്? നമുക്ക് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തലവനായിട്ട് വരുന്നത് DGP റാങ്കാലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗ തലവൻ DGP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനും സംസ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ IG റാങ്കിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് നമുക്ക് വരുന്നത്. പിന്നെ ലോ ഡിവിഷൻ ഉണ്ട്, നിയമവിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ നിയമവിഭാഗത്തിന് തലവനായിട്ട് നമുക്ക് വരുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. നിയമവിഭാഗത്തിന് തലവൻ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു കാര്യം ഒന്ന് പഠിച്ചിരിക്കുക. നമുക്ക് ഇപ്പൊ കസ്റ്റഡിയിൽ ഒരാൾ മരിക്കുകയാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുക ഒരാൾ മരിക്കുകയാണ്, അങ്ങനെ മരണങ്ങളും മറ്റും നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കണം. ആ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കുന്നൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. എത്രയാണ്? 24 മണിക്കൂറാണ് എന്നുള്ളതോടൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എന്നാണ്. അതായത് നമ്മുടെ അദ്ദേഹത്തിന് എന്താണ്? കാലാവധിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം. നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 നമുക്ക് നിലവിൽ വരുന്നത്.
2019 നമ്മൾ നിയമത്തെ എന്ത് ചെയ്തായിരുന്നു? നിയമത്തെ നമ്മൾ ഭേദഗതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അമെൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2019. ഓക്കെ, അപ്പൊ 93 നമുക്ക് നിയമം വരുമ്പോൾ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? സ്ഥാനമൊഴിയുന്നു എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ 2019 നമ്മൾ നിയമത്തെ ഭേദഗതി ചെയ്തു. നിയമത്തെ ഭേദഗതി ചെയ്ത് അവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാക്കി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാക്കി. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? സ്ഥാനമൊഴിയുകയാണ് ചെയ്യുന്നത്. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് സ്ഥാനമൊഴിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 93 നിയമം നിലവിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ പുനർനിയമിക്കാൻ പറ്റത്തില്ല. പുനർനിയമനത്തിനുള്ള യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുനർനിയമിക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 2019 നിയമത്തെ ഭേദഗതി ചെയ്തപ്പോൾ അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? പുനർനിയമിക്കാം. അംഗങ്ങളെ എന്ത് ചെയ്യാവുന്നതാണ്? പുനർനിയമിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പുനർനിയമിക്കണമെന്നുണ്ടെങ്കിൽ അവർ 3 വർഷം ഇരിക്കുമ്പോൾ 70 വയസ്സ് തികയാൻ പാടില്ല. 3 വർഷം ഇരിക്കുമ്പോൾ 70 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം? അവരെ നമുക്ക് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ പുനർനിയമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ 2019 ഭേദഗതി നിയമം പുനർനിയമനത്തിനുള്ള വ്യവസ്ഥ ചെയ്തു. 93 നിയമം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. പുനർനിയമനത്തിലുള്ള വ്യവസ്ഥ എന്താണ് ഭേദഗതി പറഞ്ഞിരിക്കുന്നത്? 3 വർഷം ഇരിക്കുമ്പോൾ 70 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാം? പുനർനിയമിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരുവാടെ? നമ്മൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കാനുള്ള യോഗ്യത എന്ന് അവരുടെ അധികാര കാലയളവ് എന്ന് പറയുന്നത് 3 വർഷം കാലയളവ് പുനർനിയമനത്തിന് യോഗ്യതയുണ്ട് എന്നാണ്. ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ എ ആണ്. 3 വർഷ കാലയളവ് പുനർനിയമനത്തിനും യോഗ്യതയുണ്ട് എന്നാണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം. ഇവിടെ വയസ്സിന്റെ കാര്യം പറയുന്നില്ല, വർഷത്തിന്റെ കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്കിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് ആരൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതിയാണ് നിയമനം നടത്തുന്ന ആരാണ്? രാഷ്ട്രപതിക്കാണ് നിയമനം നടത്താനുള്ള അധികാരമുള്ളത്, രാഷ്ട്രപതിക്കാണ്. ഓക്കെ, പക്ഷെ രാഷ്ട്രപതിക്ക് ചുമ്മാ ചാടിക്കേറി ആരെങ്കിലും അങ്ങ് നിയമിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ നിയമനം നടത്താൻ വേണ്ടി രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഒരു 6 അംഗ കമ്മിറ്റി ഉണ്ട്. ആ 6 അംഗ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്, നമ്മുടെ ആഭ്യന്തരമന്ത്രി നമുക്ക് വരുന്നുണ്ട്, ലോക്സഭയിലെ സ്പീക്കർ നമുക്ക് വരുന്നുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് വരുന്നുണ്ട്, രാജ്യസഭയിലെ ആര് വരുന്നുണ്ട്? രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ വരുന്നുണ്ട്. പിന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് വരുന്നു. ഇങ്ങനെ 6 പേര് അടങ്ങുന്ന സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ രാഷ്ട്രപതിയുടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഈ സമിതിയുടെ തലവെന്ന് പറയുന്ന ആരാണ്? എപ്പോഴും സമിതിയുടെ തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. തലവനായിട്ട് വരുന്ന പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിയമിക്കുന്ന ആരാണ് എന്നുള്ളതോ അല്ലെങ്കിൽ നിയമനത്തിന് നിർദ്ദേശം നൽകുന്ന ആര് എന്നുള്ളതല്ല ചോദ്യം. നിയമന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് ആരൊക്കെ എന്നാണ് ചോദ്യം. അപ്പൊ നിയമന പ്രക്രിയയിൽ പങ്കാളികൾ എന്ന് പറയുമ്പോൾ അത് നിയമിക്കുന്ന ആളും വരുന്നുണ്ട്, നിയമിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നിയമിക്കുന്ന ആളുമുണ്ട്, നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന ആൾക്കാരും പങ്കാളികളായിട്ട് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയുണ്ട്, രാഷ്ട്രപതിയുണ്ട്, നിയമമന്ത്രി നമുക്കില്ല, ആഭ്യന്തരമന്ത്രി നമുക്കുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും 1, 2, 4 നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. 1, 2, 4 ഓപ്ഷൻ എ ആണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് നിയമനം നടത്തുന്ന ആരാണ്? സംസ്ഥാനത്ത് നിയമനം നടത്തുന്നത് ഗവർണറാണ്. ഗവർണർക്ക് നിർദ്ദേശം നൽകാനായിട്ട് നമുക്ക് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള സമിതി നമുക്ക് വരുന്നു. മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട്, സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ നമുക്ക് വരുന്നുണ്ട്, സംസ്ഥാന നിയമസഭയിൽ ആരും വരുന്നുണ്ട്? പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. ഇനി സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ
ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് പോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാനും വരുന്നുണ്ട്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആരും വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പ്രതിപക്ഷ നേതാവും വരുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനമാണെങ്കിൽ ഇവർ രണ്ടുപേരോട് എന്ത് ചെയ്യും? വരുന്നത് ആയിരിക്കും. സമിതിയുടെ തലവൻ ആരാണ്? സമിതിയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സമിതിയുടെ തലവനായിട്ട് വരുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ് സമിതി തലവനായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട്, ഇത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ തലവനായിട്ട് നമുക്കുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തലവൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സാറാണ്. കെ ബൈജുനാഥ് സാറാണ് നമുക്ക് ആരായിട്ട് വരുന്നത്? നമുക്ക് അംഗമായിട്ട് വരുന്നത് ബൈജുനാഥ് സാറുണ്ട്. പിന്നെ നമുക്ക് ബീനാകുമാരി മേഡം മറ്റൊരു അംഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട് വരുന്ന ആരാണ്? സുചിത്ര KR സെക്രട്ടറി ആയിട്ട് നമുക്ക് വരുന്നത്. സംസ്ഥാനത്തിന്റെ കാര്യമാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരികയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ തലവനായിട്ട് നമുക്ക് വരുന്നത് ആരാണ്? ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ സാറാണ് തലവനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് 5 പേരാണ് നമുക്ക് വേണ്ടത് ചെയർപേഴ്സണെ കൂടെ. പക്ഷെ നമുക്ക് നിലവിൽ 3 പേരേ ഉള്ളൂ. ബാക്കി സീറ്റ് വേക്കന്റ് ആണ്. വിദ്യുത് രഞ്ജൻ സാരംഗി ഉണ്ട്, വിജയഭാരതി സയാനി വരുന്നുണ്ട്, പ്രിയങ്ക കനൂങ്കൈ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ വിജയഭാരതി സയാനി മേഡം നമുക്ക് രാമസുബ്രഹ്മണ്യൻ സാറ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു വിജയഭാരതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും അംഗങ്ങളും മറ്റുമാകാനുള്ള യോഗ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കണേ, നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്ന് പറയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാനുള്ള യോഗ്യത നമ്മൾ പുതിയ ഭേദഗതി നിയമം വെച്ച് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജ്, വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിന് നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാം പുതിയ ഭേദഗതി പ്രകാരം. പക്ഷേ നമ്മൾ 2019 ഭേദഗതിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പക്ഷെ 93 നിയമം നിലവിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് 93 നിയമം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ എന്താകാൻ പറ്റത്തുള്ളായിരുന്നു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ തലവനാകാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. ഓക്കെ, ഇനി നമുക്കപ്പോ ചെയർപേഴ്സന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചെയർപേഴ്സൺ ഇപ്പോൾ നമുക്ക് ആരാണ്? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജ്. ഇനി രണ്ടാമത്തെ ഒരു അംഗമായിട്ടെന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് നിലവിലെ ഹൈക്കോടതിയിലുള്ള ജഡ്ജ്, നിലവിലെ ഒരു ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജ്, നിലവിലെ ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജ്, നിലവിലെ ഹൈക്കോടതി ജഡ്ജോ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിനെ ആക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു ജില്ലാ ജഡ്ജിനെ നമുക്ക് എന്ത് ചെയ്യാം? അംഗമായിട്ട് നമുക്ക് നിയമിക്കാം. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിനെയോ അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിനെയോ അംഗമാക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു ജില്ലാ ജഡ്ജിനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അംഗമായിട്ട് നമുക്ക് നിയമിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ അംഗമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി എന്നാണ് പറഞ്ഞത്. അത് വനിതയോ പുരുഷനോ എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളാകാനുള്ള യോഗ്യത, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളാകാൻ യോഗ്യത എന്ന് പറയുന്നു. ഓക്കെ, ഈ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സണും അംഗങ്ങളും ആകാനുള്ള യോഗ്യതയും കൂടെ നമ്മൾ പഠിക്കാം. ഓക്കെ, നമുക്ക് ചെയർപേഴ്സൺ ആകുന്നത് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ്, വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ്. ഇത് 2019 ഭേദഗതി പ്രകാരമാണ്. പക്ഷെ 93 നമുക്ക് നിയമം നിലവിൽ വരുമ്പോൾ വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മാത്രമേ
ചെയർപേഴ്സൺ ആകാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി മറ്റ് അംഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിലുള്ള നിലവിലെ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ്, അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിനെ എന്ത് ചെയ്യാം, ഒരു അംഗമായിട്ട് നമുക്ക് നിയമിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമതൊരു അംഗമായിട്ട് നമുക്ക് നിയമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നമുക്കൊരു അംഗമായിട്ട് നമുക്ക് നിയമിക്കാം. നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നമുക്ക് അംഗമായിട്ട് നമുക്ക് നിയമിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള മൂന്ന് വ്യക്തികൾ, അവരിൽ ഒരാൾ ആരായിരിക്കണം? ഒരാള് വനിതയായിരിക്കണം. വനിതയായിരിക്കണം. ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളാകാനുള്ള യോഗ്യത. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇവരെ കൂടാതെ നമുക്ക് ആരും കൂടെ ഉണ്ട്? എക്സ് ഒഫിഷ്യോ അംഗങ്ങളോടുണ്ട്. നമുക്ക് 4+3=7 എന്ന് പഠിച്ചിരിക്കാം. 93 നിയമം നിലവിൽ വരുമ്പോൾ നമുക്ക് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 2019 നിയമത്തെ ഭേദഗതി ചെയ്ത് 3 പേരോട് കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം എത്രയാണ്? 7 പേരാണ്. ആരൊക്കെയാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതേപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇവർ 4 പേരുമായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നു, 4 പേര്. പിന്നെ നമ്മൾ 3 പേരെ കൂടെ കൊണ്ടുവരുന്നു. ദേശീയ പിന്നോക്ക വർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, നാഷണൽ കമ്മീഷൻ ഓഫ് ബാക്ക്വേർഡ് പിന്നോക്ക വർഗ കമ്മീഷൻ ചെയർപേഴ്സണെ കൊണ്ടുവരുന്നു. പിന്നെ നമുക്ക് കൊണ്ടുവന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ തലവനെ കൊണ്ടുവന്നു. പിന്നെ ചീഫ് കമ്മീഷണർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഭിന്നശേഷി വകുപ്പിന്റെ ചീഫ് കമ്മീഷണറെ നമ്മൾ എന്ത് ചെയ്തു? 3ാമത്തെ അംഗമായിട്ടാണ്. അങ്ങനെ മൊത്തം 4 × 3 7 പേരാണ് നമുക്ക് എന്തുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ടുള്ളത്. ഓക്കെ, അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്, രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്. ദേശീയത്തിലാണ്. സംസ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിയമിക്കുന്നത് ആരാണ്, പുറത്താക്കുന്നത് ആരാണ്, രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വിവരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പൊ നോക്കട്ടെ, വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണോ? അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് നൽകിയിരിക്കുന്നത്? രാഷ്ട്രപതിക്കാണ് നൽകിയിരിക്കുന്നത്. 5 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നതെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. 5 പേരല്ല, 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ്. ഓക്കെ, ആരൊക്കെയാണ് ആ 3 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമന്ത്രി വരുന്നുണ്ട്, ലോക്സഭയിലെ ആര് വരുന്നുണ്ട്? സ്പീക്കർ വരുന്നുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. ഇവർ 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. തലവൻ ആരാണ്? തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് തലവൻ. അതിനനുസരിച്ച് രാഷ്ട്രപതി നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, അത് ശരിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് അംഗമാണ്, അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഉത്തരം ഏതാണ്? 1, 3, 4 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സംസ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാനത്താണെങ്കിൽ നിയമനം നടത്തുന്ന ഗവർണറാണ്. അവിടെയും ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി 3 അംഗ സമിതിയുണ്ട്. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി വരുന്നു, സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ വരുന്നു, സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവും വരുന്നു. സംസ്ഥാനത്ത് ഗവർണറാണ് നിയമനം, രാഷ്ട്രപതി അല്ല കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷ മേൽ മറുപടി നൽകുന്നതിനുള്ള സമയപരിധി അല്ലെ. അപ്പൊ നോക്ക്, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നമ്മൾ നൽകുന്നത് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകുക. ഈ ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ട്. സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയിൽ നമുക്ക് മറുപടി ലഭിക്കുന്നത്
30 ദിവസത്തിനുള്ളിൽ മറുപടി നമുക്ക് ലഭിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി തരണം. ഒരു കാര്യം ഓർത്തിരിക്കുക, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമ്മുടെ അപേക്ഷയിൽ മറുപടി നൽകാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് നമ്മുടെ അപേക്ഷ സ്വീകരിക്കാൻ, അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്, ചെയ്തു തരാവുന്നതാണ്. ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യുക, സഹായിക്കുക, ഫീസ് ചെയ്യുക, അതൊക്കെയാണ് ഈ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചുമതല എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ നൽകുന്ന അപേക്ഷ അദ്ദേഹത്തിന് ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹം അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അപേക്ഷയിൽ മറുപടി നമുക്ക് തരിക. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ വെറുതെ പറഞ്ഞിരിക്കുകയാണ്, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിന്മേൽ മറുപടി ലഭിക്കുന്ന സമയപരിധി എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 30 ദിവസമാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നത് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾ എത്ര എടുക്കണം? 35 എന്ന് നിങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എത്രയാണ്? 30 ദിവസമാണ്. ഓക്കെ, ഇനി അതേസമയം ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 48 മണിക്കൂറാണ്. മൂന്നാം കക്ഷി വിവരമാണ് എന്നുണ്ടെങ്കിൽ എത്ര ദിവസമാണ്? 40 ദിവസമാണ്. മൂന്നാം കക്ഷി വിവരത്തിന് മറുപടി നൽകേണ്ടത് 40 ദിവസവുമാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പീൽ നമുക്ക് കൊടുക്കാം. ആദ്യത്തെ അപ്പീൽ നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്? അതേ ഓഫീസിൽ വിവരാവകാശ ഓഫീസർക്ക് തൊട്ടുമുകളിൽ ഉദ്യോഗസ്ഥനാണ് ആദ്യത്തെ അപ്പീൽ നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യത്തെ അപ്പീൽ നമ്മൾ അപേക്ഷയിൽ മേൽ മറുപടി ലഭിച്ചാൽ അല്ലെങ്കിൽ ലഭിച്ച മറുപടിയിൽ തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ അപ്പീൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ അപ്പീലിന്റെ മറുപടി നമുക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ലഭിക്കണം. ഈ 30 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ അപ്പീലിന്റെ മറുപടി നമുക്ക് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് മതിയായ കാരണങ്ങളാണ് എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് നൽകും? നമ്മുടെ ഓഫീസർക്ക് എന്ത് ചെയ്യുന്നു? അപ്പീൽ ഓഫീസർക്ക് ഒരു 15 ദിവസത്തോടധികം അഡീഷണൽ ആയിട്ട് നൽകും. പക്ഷെ 15 ദിവസം നൽകാൻ നിർബന്ധമൊന്നുമില്ല. മതിയായ കാരണങ്ങളാണെങ്കിൽ 15 ദിവസം വരെ നൽകാവുന്നതാണ്. അങ്ങനെ 45 ദിവസം വരെ എന്ത് ചെയ്യും? ലഭിക്കുന്നതായിരിക്കും. ഇനി ആദ്യത്തെ അപ്പീലിനെ മറുപടി നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ നമുക്ക് കൊടുക്കാം. രണ്ടാമത്തെ അപ്പീൽ നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലോ നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ ആദ്യത്തെ അപേക്ഷയിലോ ചോദ്യം പോലും ഇരിക്കും. ഇപ്പൊ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ആദ്യത്തെ അപ്പീൽ കൊടുക്കുന്നു. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ അപ്പീൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലും, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലുമാണ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ അപ്പീൽ നൽകാനുള്ള സമയപരിധിയുണ്ട്. അത് നമുക്ക് എത്രയാണ്? 90 ദിവസമാണ്. ആദ്യത്തെ അപ്പീലിന്റെ സമയപരിധിയെ കഴിഞ്ഞ് 90 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ അപ്പീൽ നമുക്ക് എന്ത് ചെയ്യാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമുക്ക് നൽകാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ അപ്പീലിന്റെ മറുപടി ലഭിക്കേണ്ട സമയത്തെക്കുറിച്ച് എവിടെ പറയുന്നില്ല? നമ്മുടെ നിയമത്തിൽ പറയാം. അത് രണ്ടാമത്തെ അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ അതിന് മറുപടി നമുക്ക് ലഭിക്കണം എന്നുള്ള കാര്യം നമ്മുടെ നിയമത്തിൽ പ്രതിപാദിക്കുന്നില്ല. അത് ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലെ വിവരാവകാശ കമ്മീഷനിലെ വകുപ്പ് 8 പ്രകാരം ചുവടെ തന്നിരിക്കുന്നതിൽ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാമത്തെ വകുപ്പാണ് വിവരം നിഷേധിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യത്തില്ല? മറുപടി തരത്തില്ല. എന്തൊക്കെ കാര്യങ്ങളിലാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധി ഒഴിവാക്കിയിരിക്കുന്ന പറയുന്ന വകുപ്പ് 8ാമത്തെ വകുപ്പാണ്. 8ാമത്തെ വകുപ്പിൽ 8.1A മുതൽ 8.1J വരെയുള്ള വകുപ്പുകളിലാണ് ഏതൊക്കെ വിവരങ്ങളാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യസുരക്ഷ, പരമാധികാരം, ഐക്യം, അഖണ്ഡതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ തരില്ല. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗഹൃദത്തിനൊക്കെ ദോഷകരമാകുന്ന വിവരങ്ങൾ നമുക്ക് തരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ശാസ്ത്രപരവും സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ നമുക്ക് തരുത്തുന്നതല്ല. ഒരു കുറ്റകൃത്യത്തിന് പ്രേരണയാകുന്ന വിവരങ്ങളും തരില്ല. രണ്ടാമതായിട്ട് പറയുന്ന കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോടതി വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ, കോടതി അലക്ഷ്യമാകുന്ന കാര്യങ്ങൾ നമുക്ക് തരുന്നതല്ല. മൂന്നാമതായിട്ട് പാർലമെന്റ്, നിയമസഭയുമാണ്. പാർലമെന്റിന്റെയും നിയമസഭയുടെയും വിശേഷാധികാരത്തിന് ലംഘനമാകുന്ന വിവരങ്ങൾ നമുക്ക് തരുന്നതല്ല. നാലാമത്തെ എന്ന് പറഞ്ഞാൽ മൂന്നാം കക്ഷിയുമായിട്ടാണ്. മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത ബിസിനസ്സിന് ദോഷകരമാകുന്ന വിവരങ്ങൾ നമുക്ക് തരത്തില്ല. പക്ഷെ അവിടെ ഒരു പൊതുജന താല്പര്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിവരം ലഭ്യമാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും നമുക്ക് എന്ത് ചെയ്യത്തില്ല? വെളിപ്പെടുത്തുന്നതല്ല. അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതല്ല. നിയമം നടപ്പിലാക്കാനോ നിയമ സംവിധാനങ്ങളെ സഹായിച്ചിരിക്കുന്ന വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളും എന്ത് ചെയ്യത്തില്ല? വെളിപ്പെടുത്തുന്നതല്ല. ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രോസിക്യൂഷൻ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമുക്ക് തരുന്നതല്ല.
അതേപോലെ തന്നെ ക്യാബിനറ്റിന്റെയും മന്ത്രിസഭകളുടെയും ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചാലും അത് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം തരുന്നില്ല. പക്ഷേ അവിടെ ഈ പറയുന്നതിനോട് ചർച്ചകളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, സ്വകാര്യതയെ സംബന്ധിക്കുന്ന വിവരങ്ങളും നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് തരത്തില്ല. ഓക്കെ, പക്ഷേ ഈ പറയുന്ന വകുപ്പ് 8(1) ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ എന്ത് തന്നെ ആയിരുന്നാലും ശരി, അതിനേക്കാളെല്ലാം പ്രാധാന്യം പൊതുജന താല്പര്യത്തിനാണെങ്കിൽ ആ വിവരം എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടുത്തുന്നല്ല. പിന്നെ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്, നമ്മുടെ രാജ്യസുരക്ഷ, ഐക്യ, അഖണ്ഡത, പരമാധികാരം, അതേപോലെ തന്നെ പാർലമെന്റിന്റെയും നിയമസഭകളുടെയും വിശേഷ അധികാരത്തിൽ ലംഘനമാകുന്നത്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭാ ചർച്ചകൾ, ക്യാബിനറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഈ 3 കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനകത്ത് ഒരു 20 വർഷത്തിന്റെ സമയപരിധി പറയും. 20 വർഷത്തിന്റെ സമയപരിധി പറയുന്നുണ്ട്. ഈ 20 വർഷം എന്നുള്ള സമയപരിധി നിർണ്ണയിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പൊ അതുകൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു തന്നതിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് ഉത്തരം കമന്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചേ. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന കമ്മീഷനിൽ നമ്മൾ ഈ പറയുന്ന അംഗങ്ങളുടെ കാലാവധി നോക്ക്. നമുക്ക് നിലവിൽ അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ച് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ് പറയാം. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ് പറയാം. പക്ഷെ നമ്മുടെ നിയമത്തിൽ 3 വർഷം 65 വയസ്സ് എന്ന് പറയുന്നില്ല. അവിടെ നമ്മൾ ആ വർഷം എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. നിയമം പറയുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന അത്രയും വർഷം, ഉയർന്ന പ്രായപരിധി 65 വയസ്സ്, ഏതാണ് ആദ്യം വരെ അതിനനുസരിച്ച് സ്ഥാനം ഒഴിയുന്നു എന്നാണ്. അവിടെ വർഷം ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുക. നമുക്ക് 2005 നിയമം നിലവിൽ വന്നപ്പോൾ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം 65 വയസ്സായിരുന്നു. നിലവിലെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയിട്ട് എക്സാം നല്ലതുപോലെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.